ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം മാളൂട്ടി. ഇന്ന് നമ്മൾ ജംഗിൾ റെസ്റ്റോറൻറ്റ് വഴി പോവാണ്. ജംഗിൾ റെസ്റ്റോറൻറ്റ് എവിടെ ഒഴിച്ചു വെക്കാനാ? അതൊന്നുമില്ല. ഓടിയത് പേടിച്ചു ചെയ്ത് ആളുടെ കാലച്ചാണ്. ഞങ്ങൾ ജംഗിൾ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വന്ന് വാതിക്ക് ചെന്നപ്പോൾ തന്നെ മാളുവിന് ഒരു പൂച്ചക്കുട്ടീനെ കിട്ടിയിട്ട് അവിടെ ചെന്നാലും മാളു ഇങ്ങനെ പൂച്ചയുടെ പുറകെ പോയിട്ട് മാളൂന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ. അപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് പുറകെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വരുന്ന പാർക്കിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയാന്ന് പറഞ്ഞ കാരണം ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ഒരു റെസ്റ്റോറൻ്റ് ആണ്. ലൈറ്റ് വന്നല്ല. മുതല അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ടൈഗറിന് ഇതൊക്കെ കണ്ടോ? ഇതേ പാമ്പ് ടൈഗർ ഉണ്ട്. അങ്ങനെ ഓരോന്ന് കാണിച്ചു തന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഉപകാരം. കുറുക്കൻ വെള്ളിരിക്കണോ? കൊരങ്ങൻ അവിടെ, ഇവിടെ കുറുക്കൻ. ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്? കാട്ടുപോത്താന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ ഉണ്ടല്ലോ. ഇത് നല്ല രസമാണ്. ഇതൊക്കെ റെസ്റ്റോറന്റ് അല്ലേ? പേടി വരും നമുക്ക്. അവിടെ മയിലിനെ കണ്ടോ? എവിടെ? ഇല്ല. ഒളിച്ചിരിക്കുക. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ നമുക്കത് കയറി ചെല്ലുമ്പോൾ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുമല്ലോ. ഒരു ഫോറസ്റ്റിൽ കൂടെ നടക്കുന്ന ഫീലാണ് കേട്ടോ. കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ടിട്ടുണ്ട്. നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. നിറച്ച് കാട് പോലെ തന്നെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെയാണ് സംഭവങ്ങൾ. അവിടെ പേടിപ്പിക്കുന്ന തരം സൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ആള് ഇങ്ങനെ എന്തോത്തിനെയും കൊന്നുകൊണ്ടുപോകുന്ന പോലെ അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഉണ്ട്. ഇപ്പം നിറച്ച് കാടായി പോയ കാരണം കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇതും ഒരു മനുഷ്യനാട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിശയം കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. കാര്യം ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ എപ്പോഴും വരാറുണ്ടെങ്കിലും ഈ സംഭവത്തിനുള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറി പോണേ.
ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി കേട്ടോ. കഴിക്കാൻ കയറിയതല്ല കേട്ടോ, അവിടെ അറബിക് ഫുഡാണ്, നമ്മളത് കഴിക്കാറില്ല. ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതാണ്. ഇവിടെ വരുമെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അവിടെ കയറിയിട്ടില്ല കേട്ടോ, ഇന്ന് ആദ്യമായിട്ട് കയറുന്നത്. അപ്പോൾ കയറിയ ഉടനെ അമ്മൂനും മാളൂനും ഒക്കെ സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ പോവുകയാണ് കേട്ടോ. കുറേ സൈക്കിളുണ്ട് ഇവിടെ, ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നതാണ്. 1 hour കൊടുക്കും. അപ്പോൾ അത് നോക്കാനായിട്ട് വന്ന. അപ്പോൾ അതേ അമ്പിളി കുഞ്ഞ് ഒരു ചെറിയ സൈക്കിളിൽ കയറി ഇരിക്കട്ടെ കേട്ടോ. പിന്നെ ഇത് ഇച്ചിരി പഴയ സൈക്കിളുകളായതുകൊണ്ട് ഒരു സൈഡിലിട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് മാള് ചവിട്ടുമ്പോൾ കണ്ടോ ഒരേ സൈഡിലേക്ക് പോകാൻ കേട്ടോ. ഇനി പുല്ലിൻ്റെ മുകളിലിട്ട് ചവിട്ടിയിട്ടാണോന്ന് അറിയില്ല. അപ്പോൾ അതേ ടൈലിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചവിട്ടി നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഈ സൈക്കിളാണ് അമ്മൂനും മാളൂനൊക്കെ ഇഷ്ടമായത്. ഇതെടുക്കാമെന്ന് വിചാരിച്ചാണ് നോക്കണേ. പക്ഷെ ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. മാള് ചവിട്ടുമ്പോൾ ഒരു സൈഡിലേക്ക് എൻ്റെ ഹാൻഡിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് പുല്ലിൻ്റെ മുകളിലിട്ട് ചവിട്ടണോണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നമുക്ക് ടൈലിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞിട്ട് ടൈലിലേക്ക് കയറ്റി നോക്കുക കേട്ടോ. പിള്ളേരുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ, സൈക്കിൾ ചവിട്ടി അടക്കും. പിന്നെ നമ്മൾ അവരവരുടെ വണ്ടി ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഈ സൈക്കിൾ എടുത്ത് നോക്കാം. പതിയെ പതിയെ ഭയങ്കര മാളു ഓടിച്ചപ്പോഴും സൈഡിലേക്ക് തന്നെ പോവുക. എല്ലാ സൈക്കിളും ഓടിച്ചു നോക്കിയെങ്കിലും സൈഡിലേക്ക് പോകണ കാരണം ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു കേട്ടോ, എടുക്കുന്നില്ല. പിന്നെ ഇവിടെ കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് പിള്ളേർ അതിൽ കയറി കളിച്ചോളും. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഈ പാർക്കിലേക്ക് ഇറങ്ങണം കേട്ടോ. പിന്നെ നമുക്കും ഒരു സമയം പോക്കാവും. പിന്നെ ഇന്ന് നല്ല ചൂടാണ് കേട്ടോ, ഇന്ന് നല്ല ചൂടാണ്. ഇത്രയും സമയമായിട്ടും നല്ല ചൂട്, കാറ്റൊന്നുമില്ല. അപ്പം അധികം നേരം നിൽക്കാൻ പറ്റുമെന്ന് തോന്നുള്ള പിള്ളേരുടെ കളിയൊക്കെ കഴിഞ്ഞ് പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. മാളും അമ്മുമൊക്കെ വന്ന ഉടനെ കളിക്കാനായിട്ട് പോയി. ഞങ്ങളവിടെയൊക്കെ കുറച്ച് നേരം നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.